കൂട്ടുകാരെ, നമ്മുടെ ഉള്ളിപ്പുട്ട് റെഡിയായ നമുക്ക് എടുക്കാം. നമ്മുടെ ഉള്ളിപ്പുട്ട് അടുത്ത് നമുക്ക് വെച്ച് കൊടുക്കാം. ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഗുഡ് മോർണിംഗ്. നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉള്ളിപ്പൂട്ടാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഉള്ളി പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. കുറച്ച് സ്ലൈസ് ചെയ്ത മുളക് എടുത്തിട്ടുണ്ട്. തേങ്ങ, ഒരു മുറി തേങ്ങ ചിരകിയതുണ്ട്. അരിപ്പൊടി എടുത്തിട്ടുണ്ട്. നമുക്കിനി ഉള്ളി നന്നായിട്ടൊന്ന് വഴറ്റി വരാം. കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങയും കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ലേശം ഉപ്പും കൂടെ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇതിന് ചേരാനായിട്ട്, ഉള്ളിക്ക് ചേരാനായിട്ടുള്ള ഉപ്പും കൂടി ഒഴിച്ചിട്ടുണ്ട്. ഹലോ കൂട്ടുകാരെ, നമ്മുടെ നനച്ച് വെച്ചിട്ടുള്ള അരിപ്പൊടി നമുക്ക് ഈ വഴറ്റിയെടുത്തിട്ടുള്ള ഉള്ളിക്കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കാം. നനച്ച് വെച്ചിട്ടുള്ള പൊടിയാണ്. ആവശ്യത്തിന് ഉള്ളിക്കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതാണ് നമ്മുടെ പുട്ടിൻ്റെ കൂട്ട്. ഉള്ളി തേങ്ങയും കൂടെ വഴറ്റിയെടുത്തു. സ്ലൈസ് ചെയ്ത ഇതാണ് നമ്മുടെ പുട്ടിൻ്റെ കൂട്ട്. ഉള്ളി തേങ്ങയും കൂടെ വഴറ്റിയെടുത്തു. സ്ലൈസ് ചെയ്ത നമ്മുടെ പുട്ടുക ആവി വന്നുകൊണ്ടിരിക്കുകയാണ്. ഹലോ കൂട്ടുകാരെ, നമ്മുടെ ഉള്ളിപ്പുട്ട് പഴവും ചായയാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഉള്ളിപ്പുട്ടായതുകൊണ്ട് പ്രത്യേകിച്ച് കറിയൊന്നും വേണ്ട. ചൂട കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ ഉള്ളിപ്പുട്ട് ഒരിക്കലും ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ എപ്പോഴും എല്ലാവരും പറയും ഉള്ളിപ്പുട്ട് മതി, പുട്ട് വേണ്ട, സാധാ പുട്ട്